ലോകമെമ്പാടുമുള്ള എല്ലാ വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളുടെ അടുത്ത് വരുന്നു. ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനാടിയനെയും അടുത്ത് തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടെ നടയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവചനം പ്രാഗൽഭ്യത്തോട് സംസാരിപ്പാൻ തക്കവണ്ണം അവിടെ നടയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. The book of Luke chapter 2 verse 10 and 11. ദൂതൻ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്നു. ഓരോ ഭവനങ്ങളും വ്യക്തികളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറും ഇട്ട് ഭവനങ്ങൾ അലങ്കരിച്ച് ക്രിസ്മസിൻ്റേതായ ആഘോഷങ്ങളിൽ മുഴുകിപ്പോകുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നേക്ക് 4 ദിവസങ്ങൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ ജന്മദിനം ആഘോഷിപ്പാൻ തക്കോണം ഞാനും നിങ്ങളും ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ക്രിസ്തുമസ് ദിനത്തിൽ എന്താണ് ക്രിസ്തുമസ് എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? എന്ത് പൂർത്തീകരിക്കുവാനാണ് കടന്നു വന്നത്? അതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ എന്ന് ഈ രാത്രി പരിശോധിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എന്താണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഈ രാത്രി ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിനും നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതു നിമിത്തം അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. എന്തായിരുന്നു അവൻ്റെ പ്രവൃത്തി? അവൻ്റെ ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് കഴിയണം. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ലോകപരമായ രീതിയിലൂടെയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയും ക്രിസ്മസ് കേക്കുകൾ കൈമാറുകയും വിശുദ്ധ ദേവാലയത്തിൽ ആരാധനകളിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി തീരുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുറത്തുപോയി ഒരുപക്ഷെ സിനിമ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അല്പം മദ്യപിക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെയും ലോകപ്രകാരം ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പേര് പറയുമ്പോഴും എന്താണ് ക്രിസ്തു ഈ ജന്മദിനത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ
ആ പ്രകാരം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളായി ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും എനിക്കും നിങ്ങൾക്കും കഴിയാതെ വരുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തെയാണ് ക്രിസ്തുമസിലൂടെ നമുക്ക് വിളംബരം ചെയ്യുവാൻ കഴിയുന്നത്. ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് തൻ്റെ ഓമന പുത്രനെ അവൻ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അതിന് ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. പദ്ധതി എന്ന് പറയുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത പ്രവചനത്തിൻ്റേതായ പൂർത്തീകരണമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് യഹോവ തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. യഹോവ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. കർത്താവ് ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകൻ അവിടെ അരുളി ചെയ്യുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അതിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയും. കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ആ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരാൽ അരുളി ചെയ്തിട്ടുള്ള പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ് പുതിയ നിയമത്തിൽ. അപ്പോൾ കർത്താവിൻ്റെ ജനനമെന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റേതായ പ്രതീകമാണ്. ഇന്ന് വായിച്ചു കേട്ട കുറുവാക്യത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ം വാക്യത്തിൽ ദൂതൻ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ജനനമെന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായും പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അപ്പോൾ അവൻ സർവ്വരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി, പ്രത്യേക വിവാഹത്തിന് വേണ്ടി അല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി സർവ്വജനത്തെയും രക്ഷിക്കുവാൻ തക്കവണ്ണം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് കർത്താവിൻ്റെ ജന്മദിനമെന്ന് പറയുന്നത്. എത്ര പേർക്ക് ക്രിസ്തുവിനെ ആരാധിക്കുന്നവരും ക്രിസ്തുവിൻ്റെ അനുയായികളുമായ എനിക്കും നിങ്ങൾക്കും എത്ര പേർക്ക് ഈ സന്തോഷം പങ്കിടുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? സന്തോഷം പങ്കിടുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയണം. കർത്താവ് നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്നെ ഓമനപുത്രനെ ഭൂമിയിലേക്ക് അയച്ചുവെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് തയ്യാറാക്കുവാൻ തക്കവണ്ണം കഴിയണം. യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയണം. എങ്ങനെ? യേശുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ ഒഴുകുവാൻ തക്കവണ്ണം കഴിയണം. യേശുവിൻ്റെ പ്രതിരൂപങ്ങളായി ഞാനും നിങ്ങളും തീരണമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകണം. യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലാണ് മാറ്റമുണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരമുണ്ടാകണം. വാസ്തവമായും നമ്മുടെ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ജനിച്ചത്, ആ ഉദയ സൂര്യൻ എൻ്റെ ജീവിതത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം ആ പ്രകാരമുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമെടുക്കണം. എന്നിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണണം. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ഈ സ്നേഹം നമുക്ക് വിളമ്പിക്കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. രണ്ടാമതായി ക്രിസ്തുമസിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുമസ് വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ്. പ്രവചന പുസ്തകങ്ങൾ യെശയ്യാ പ്രവാചകൻ
പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വാക്കുമാറുന്ന ദൈവമല്ല എന്നും അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്നും പൂർത്തീകരിക്കുകയാണ് കർത്താവിൻ്റെ ജന്മദിനമെന്ന് പറയുന്നത്. ജീവിതത്തിൽ തളർന്നവരായ ഈ രാത്രി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. മനുഷ്യർ വാക്ക് പറയും, വാക്ക് തിരിച്ചു പറയും, മാറ്റി പറയും. പക്ഷേ സർവശക്തനായ ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത അരുളപ്പാട് പുതിയ നിയമത്തിൽ അത് പ്രാവർത്തികമാകുന്നത്. മാത്രമല്ല, കർത്താവ് ജനിക്കുമെന്ന് മാത്രമല്ല, എവിടെ ജനിക്കുന്നുവെന്നും അവന് എന്തു പേരിടണമെന്നും പ്രവാചകന്മാർ അരുളി ചെയ്തിട്ടുണ്ട്. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവിടെ മീഖാ പ്രവാചകൻ കർത്താവിൻ ജനിക്കുവാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ പൂർത്തീകരണം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവർ അവനോട് യഹൂദയുടെ ബേത്ലഹേമിൽ തന്നെ പ്രവാചകൻ ഈ പ്രകാരം എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് ബേത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ക്രിസ്തുമസ് ദിനമെന്ന് പറയുമ്പോൾ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ക്രിസ്തുമസ് ദിനം. ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുമസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും പ്രത്യാശയുടെ ദിവസങ്ങളാണ് ക്രിസ്തുമസ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തളർന്നവരായി നിങ്ങൾ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുമസ് നിങ്ങൾക്ക് പ്രത്യാശ തരുന്നതാണ്. എന്തുകൊണ്ടാണ് പ്രത്യാശ തരുന്നത്? അവൻ നമ്മുടെ രക്ഷകനായി ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. ഒരു മഹാസന്തോഷമാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ദൈവത്തിൻ്റെ ദൂതൻ അറിയിക്കുന്നതെന്ന് പറയുമ്പോൾ സർവ്വജനത്തെയും രക്ഷിക്കുവാൻ തക്കവണ്ണം രക്ഷകനായി അവൻ ഈ ഭൂമിയിലേക്ക് പിറന്നിരിക്കുന്നുണ്ട്. അവൻ നമുക്ക് പ്രത്യാശ തരുന്ന ദൈവമാണ്. നമ്മെ കരം പിടിച്ച് അവൻ വഴി നടത്തുന്ന ദൈവമാണ്. ലോകപ്രകാരം കർത്താവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയല്ല, പിന്നെയോ കർത്താവിൻ്റേതായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിക്കുമ്പോഴാണ് ക്രിസ്തുമസിൻ്റേതായ പൂർത്തീകരണം നമ്മളുണ്ടാകേണ്ടത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഞാനും നിങ്ങളും പരിശോധിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തയുള്ളവരാണോ ഞാനും നിങ്ങളും? ഒരു ദിവസത്തിലെ 24 മണിക്കൂർ ദൈവം നമുക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ നാം ഈ നമ്മുടെ 25-ാം തീയതി ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുക്കപ്പെടുമ്പോൾ ഓരോ ദിവസവും എത്ര പ്രാവശ്യം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി തീരുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. ഈ ക്രിസ്മസ് നാളുകളിൽ അനേകർക്ക് ഫുഡ് കിറ്റുകൾ കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന അനേക ശുശ്രൂഷകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. എന്തിനു വേണ്ടിയാണ് അതൊക്കെയും ചെയ്യുന്നത്? കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. യേശു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെതായ പ്രതീകമാണ്. കാരണം യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ ലോകത്തെ സ്നേഹിക്കണം, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കണം, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കണം. അവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് ഈ പ്രകാരമുള്ള പ്രവൃത്തികളിലൂടെയാണ്. യേശുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ഈ ജന്മദിനത്തിൽ, ഈ ക്രിസ്മസിൽ നമുക്കൊരുവനെ സഹായിക്കുവാനോ അവനെ കരുതുവാനോ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് വലിയ പ്രാഗൽഭ്യമൊന്നും ഉണ്ടാവുകയില്ല. ലോകപ്രകാരം ക്രിസ്മസ് ആഘോഷിക്കുവാനും അടിച്ചു പൊളിക്കുവാനൊക്കെ നമുക്ക് കഴിയും.
പക്ഷെ ഞാനും നിങ്ങളും കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ അനേകർ പെട്ടുപോയപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം ആയുസ്സും ആരോഗ്യവും തന്ന് ഒരു പുതിയ ക്രിസ്മസ് കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ എന്നെയും നിങ്ങളെയും ദൈവം പരിപാലിച്ചിരിക്കുമ്പോൾ, ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്ക് മാറാത്ത ആ സ്നേഹനിധിയായ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാനും നിങ്ങളും ഒരു തീരുമാനമെടുക്കണം. വാസ്തവമായും നമ്മുടെ ഹൃദയത്തിനാണ് രൂപാന്തരമുണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കുവാൻ, അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം ഒരു ഒരുക്കം നമുക്കുണ്ടാകണം. ആ ഉദയ സൂര്യൻ ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്തുമസ് ദിനത്തിൽ കഴിയണം. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അവിടെ നമുക്ക് യേശുവിനെക്കുറിച്ചൊക്കെ പറയുവാൻ കഴിയും. യേശുവിൻ്റെ പേരെന്ത് പേരിടണമെന്നും അവിടെ പറയുന്നുണ്ട്. അവളൊരു മകനെ പ്രസവിക്കും, അവൾ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും, അവന് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. വ്യക്തമായും വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ദൈവസ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതുപോലെ ലോകത്തിൻ്റെ പാപക്കുഴിയിൽ കിടന്ന നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ഓമന പുത്രനായ യേശുവിനെ യാഗമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ താഴ്മയുള്ള ഹൃദയം എന്നിലും നിങ്ങളിലുമുണ്ടോ? നമുക്ക് എത്രമാത്രം താഴ്മ ധരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? കർത്താവ് താഴ്മ ധരിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരുന്നിട്ടും അവൻ പിറന്നു വീണത് ഒരു കാലിത്തൊട്ടിലാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതമേ പ്രകാരമുള്ളതാണ്. താഴ്മയുള്ള ഹൃദയമാണോ എനിക്കും നിങ്ങൾക്കുമുള്ളത്? ഇല്ല എങ്കിൽ ഈ ക്രിസ്തുമസ് ദിനത്തിൽ ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റേതായ സ്വഭാവത്തിൽ അനുദിനം വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മെക്കൊണ്ട് ലോകത്തിന് പ്രയോജനമുണ്ടാകണം. കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഞാനും നിങ്ങളും പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, പാപത്തിൻ്റെ കുഴിയിലായിരുന്ന നമ്മെ ഓരോരുത്തരും രക്ഷിച്ച ഒരു പാറമേൽ അവൻ നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ രക്ഷകനായതുകൊണ്ടാണ്. അവൻ നമ്മുടെ രക്ഷിതാവാണ്. ആ യേശുവിൽ പ്രത്യാശ വയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമുക്ക് എത്ര പേർക്ക് അതിന് കഴിയാറുണ്ട്? എത്ര പേർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുണ്ട്? ഈ ക്രിസ്തുമസ് ദിനത്തിൽ എനിക്ക് യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം. എൻ്റെ പാപസ്വഭാവത്തെ എനിക്ക് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ സ്വാർത്ഥത നമ്മളിൽ നിന്ന് ഒഴിവാക്കുവാൻ തക്കവണ്ണം കഴിയണം. നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും ദൈവമാണ് നൽകിയിരിക്കുന്നതെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം കഴിയണം. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയണം? മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. നാം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയല്ല, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിച്ചു. അതുകൊണ്ടാണ് അവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ പാപത്തെ അവൻ ചുമന്നുകൊണ്ട് കാൽവറിയിൽ നമുക്കവൻ യാഗമായി തീരുകയാണ്. മാനവജാതിയുടെ സർവ്വപാപത്തെയും കാൽവറിയിൽ അവൻ ചുമന്നുകൊണ്ട് നമുക്ക് യാഗമായി തീർന്നു. ദൈവത്തിൻ്റെ ജനമേ, ആ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും ഞാനും നിങ്ങളും തിരിച്ചറിയുന്നില്ല. ഞാനും നിങ്ങളും നാമമാത്ര ക്രിസ്ത്യാനികളായി ലോകത്തിൻ്റേതായ മോഹങ്ങളിലൂടെയും ലോകത്തിൻ്റെ ചിന്തകളിലൂടെയും ഭൗതികമായ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണമാണ് പലപ്പോഴും ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ കർത്താവിൻ്റെ ഈ ജന്മദിനത്തിൽ
യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കണം. ആ ഉദയ സൂര്യൻ എൻ്റെ ജീവിതത്തിൽ ജനിക്കണം. നക്ഷത്രങ്ങൾ തൂക്കുന്നത് കൊണ്ടോ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നത് കൊണ്ടോ പുൽക്കൂട വീട്ടിൽ വെക്കുന്നത് കൊണ്ടോ ഒന്നും ലോകപ്രകാരം നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും. പക്ഷേ അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാഗൽഭ്യം നേടണമെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സ്നേഹത്തിലും നമുക്ക് വളരുവാൻ തക്കവണ്ണം കഴിയണം. ആ പ്രകാരം വളർച്ച പ്രാപിക്കുമ്പോൾ ഈ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹമായി തീരും. നമ്മുടെ കർത്താവ് വീണ്ടും നമുക്ക് വേണ്ടി വീണ്ടും വരുമെന്നുള്ള ആ വലിയ വാഗ്ദത്വത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അവൻ വീണ്ടും വരും. ആർക്ക് വേണ്ടി? തന്നിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വീണ്ടും വരും. ഇവിടെ കർത്താവ് ജനിച്ചത് സർവ്വ ലോകങ്ങൾക്കും സർവ്വ ആളുകൾക്കും വേണ്ടിയാണെങ്കിൽ സർവ്വജനത്തിനും വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എങ്കിൽ ഇനി അവൻ രണ്ടാമത് വരുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല. പിന്നെയോ അവനിൽ വിശ്വസിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി അവൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരുമെന്ന് വാഗ്ദത്വം ചെയ്ത ദൈവമാണ്. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനും ഒരുങ്ങുവാനും തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. ജന്മദിനം ആഘോഷിക്കുന്നത് നല്ലത് തന്നെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ ക്രിസ്മസ് അതിനൊരു മുഖാന്തരമായി തീരട്ടെ. എൻ്റെ കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരും. അവൻ വാഗ്ദത്വം ചെയ്തിട്ട് കടന്നു പോയതാണ്. അവൻ ഇനി വരുമ്പോൾ അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ആ ഒരുക്കമുള്ള കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണമെങ്കിൽ അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി നാം ക്രിസ്തുമസ് ദിനത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവിക കൃപകളിൽ വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയണം. 4 കാര്യങ്ങളാണ് ഈ രാത്രി ഓർമ്മപ്പെടുത്തിയത്. 1, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തയുള്ളവരായി തീരണം ഞാനും നിങ്ങളും. അവൻ്റെ സ്നേഹത്തിനൊരു പ്രകടനമുണ്ടായിരുന്നു. എന്തായിരുന്നു അവൻ്റെ പ്രകടനം? തൻ്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഞാനും നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റേതായ പ്രകടനങ്ങൾ ഉണ്ടാകണം. യേശുവിൻ്റെ സ്വഭാവത്തിൽ വളർന്നുകൊണ്ട് അനേകരെ യേശുവിലേക്ക് തിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കഴിയണം. നക്ഷത്രങ്ങളെപ്പോലെ ശോഭയുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ജന്മദിനം ആകാശത്തിൽ നക്ഷത്രങ്ങൾ അത് അടയാളമായി തീർന്നുവെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാനും നിങ്ങളും നക്ഷത്രങ്ങളെപ്പോലെ ശോഭിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അനേകരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി തീരണം. നക്ഷത്രം അനേകർക്ക് വഴികാട്ടിയായിരുന്നു. കർത്താവിൻ്റെ ജന്മസ്ഥലത്തേക്ക് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം അനേകർക്ക് നക്ഷത്രം വഴികാട്ടിയായി തീർന്നതുപോലെ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാനുള്ള വഴികാട്ടിയായി തീരുവാൻ തക്കവണ്ണം നക്ഷത്രങ്ങളെപ്പോലെ ഈ ഭൂമിയെ ശോഭിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ അവൻ്റെ സ്നേഹത്തിൽ വളരണം. അവൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയണം. പാപത്തിൻ്റേതായ വഴിയിലൂടെ കടന്നു പോകുന്നവരെ, അന്ധകാരത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നവരെ ദൈവത്തിങ്കലേക്ക് തിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ ക്രിസ്തുമസ് ദിനം പ്രയോജനപ്പെടട്ടെ. ആ പ്രകാരം ദൈവത്തിങ്കലേക്ക് തിരിയുവാനും അനേകരെ ദൈവത്തിങ്കലേക്ക് തിരിക്കുവാനും അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാനും അനേകരുടെ ജീവിതങ്ങളിൽ ക്രിസ്തു യേശുവിനെ വിളംബരം ചെയ്യുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിൽ വചനപ്രഭയുടെ എല്ലാ വേൾഡ് പ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റേതായ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹതയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുന്ന് കർത്താവെ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ എല്ലാ കരുണകൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. അടിയങ്ങൾ ദൈവമേ അങ്ങയുടെ ജന്മദിനത്തിലേക്ക് അടുത്തു വരികയാണ് കർത്താവെ. ലോകപ്രകാരം ദൈവമേ കർത്താവെ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുവാനല്ല കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ദൈവമേ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ സ്നേഹത്തിൻ്റെ
പ്രതീകങ്ങളായി ദൈവമേ മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ നക്ഷത്രങ്ങളെ പോലെ ശോഭയുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ കർത്താവെ ക്രിസ്തുമസ് കർത്താവെ ഞങ്ങളുടേതായ ഹൃദയത്തിന് വലിയ മാറ്റമുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരമുണ്ടായി കർത്താവെ ആ യേശു ക്രിസ്തുവാകുന്ന ഉദയ നക്ഷത്രം ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയനെയും അടുത്ത തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടെ നടയിനോട് കൂടെ ഇരുന്ന് വഴി നടത്തി നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.